കെട്ടിപ്പിടിക്കുന്നതൊരിക്കലും തെറ്റല്ല, ആരോഗ്യത്തിന് നല്ലതുമാണ്. ഒരാളുടെ അനുമതിയോടെ അയാളെ ആലിംഗനം ചെയ്യുന്നത് മാനസിക രോഗികളെ മാത്രമേ ചൊടിപ്പിക്കുകയുള്ളൂ. ആലിംഗനം മനുഷ്യത്വവും നന്മയുമാണ് വർദ്ധിപ്പിക്കുന്നത്. മനസ്സിനുള്ള ആട്ടിൻ സൂപ്പാണെന്ന് പറഞ്ഞാലും തെറ്റില്ല. സത്യത്തിൽ സ്നേഹം പങ്കുവച്ച് ഒരാളെ കെട്ടിപ്പിടിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ആലിംഗനം നൽകുന്ന പ്രേരണ ശരീരത്തിലെ ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ കാരണമാകും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഉള്ളിൽ നിന്നൊരു സന്തോഷവും ഊഷ്മളതയും തോന്നാറില്ലേ? അതിന് ഉത്തരവാദി ഈ ഓക്സിറ്റോസിനാണ്. സൈക്കോളജി പറയുന്നതനുസരിച്ച് ബന്ധം, വിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കുന്ന ഹോർമോൺ കൂടിയാണ് ഓക്സിറ്റോസിൻ. സഹജീവികളോടുള്ള സ്നേഹം ഊട്ടിയുറപ്പിക്കുന്നതാണ് ഈ ഹോർമോൺ. വയ്യാത്ത കാലത്തെ വേദനകൾ കുറച്ചുകിട്ടാൻ ഇപ്പോഴത്തെ സ്നേഹപ്രകടനങ്ങൾക്ക് പങ്കുണ്ടെന്നാണ് പഠനങ്ങൾ പറയുന്നത്. ഒറ്റയ്ക്കായെന്ന തോന്നലിനുള്ള ഒറ്റമൂലിയാണ് ആലിംഗനമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. സുഹൃത്തിന് മാനസിക വിഷമമുണ്ടാകുമ്പോൾ, പങ്കാളിക്ക് സ്വയമുള്ള മതിപ്പ് കുറയുമ്പോൾ, സഹോദരങ്ങൾക്ക് ആത്മവിശ്വാസമില്ലെന്ന് തോന്നുമ്പോൾ എല്ലാം പരീക്ഷിക്കാവുന്ന ഒരു മരുന്നാണ് കെട്ടിപ്പിടുത്തമെന്ന് അമേരിക്കൻ സൈക്കോളജി മാസിക സൈക്കോളജിക്കൽ സയൻസ് കണ്ടെത്തിയിരിക്കുന്നു. കെട്ടിപ്പിടിക്കാൻ മനുഷ്യരില്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട പാവകളെയോ തലയിണയെയോ ആലിംഗനം ചെയ്യാം. ഇതും മാനസിക സമ്മർദ്ദം കുറയ്ക്കുന്നതിൽ സഹായിക്കുമെന്ന് വിവിധ ഗവേഷണങ്ങളിൽ തെളിഞ്ഞിട്ടുണ്ട്. ഇതൊന്നും പോരെങ്കിൽ കെട്ടിപ്പിടിക്കാൻ മറ്റൊന്നുണ്ട് കാരണം. ഹൃദ്രോഗം കുറയ്ക്കാനും രക്തസമ്മർദ്ദം കുറയ്ക്കാനും ആലിംഗനം കൊണ്ട് കഴിയും.